വിഷുവിന് കണിയൊരുക്കിയ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ചുണ്ട്. അപ്പോൾ എന്തായാലും 1-2 ദിവസം കൊണ്ടൊന്നും തീരത്തില്ല. അതുകൊണ്ട് ഇന്ന് നൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഫ്രൂട്ട്സ് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ മുന്തിരിങ്ങയും ആപ്പിളും മാതളവും പൈനാപ്പിളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഇതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയൊക്കെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാറുണ്ട് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഈ കെമിക്കലോ അണുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വെജിറ്റബിളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇട്ട് വെച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ 1 ലിറ്റർ അല്ല 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതായത് 1 കവർ പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് നമ്മളൊരു ഗ്ലാസ്സിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാട്ടോ. അത് പിന്നീട് എന്തിനാണെന്ന് പറയാം. പിന്നെ ഇതാ ഈ ഒരു കസ്റ്റാർഡ് പൗഡർ ആട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട കെട്ടാൻ പാടില്ല കേട്ടോ. കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഉടച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ വെച്ചിരുന്ന പാല് ഒന്ന് തിളച്ച് വരുന്ന ഒരു സമയത്ത് ഇത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കുകയും ചെയ്യും, കട്ട പിടിക്കും. അതുകൊണ്ട് നല്ല രീതിയിലൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണെന്ന് തോന്നുന്നു ചേർത്ത് കൊടുത്തേക്കുന്നത്. മധുരം കുറവായിരുന്നു. മധുരം കൂടുതലായിട്ട് വേണ്ടുന്നവർക്ക് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ അധികം മധുരം കഴിക്കാത്തതുകൊണ്ട് കുറച്ചേ ചേർത്ത് കൊടുത്തോളൂ. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കുറുകി വരാൻ തുടങ്ങും. ഇത് ഒരുപാട് കുറുകുന്ന വരെ നോക്കി നിൽക്കേണ്ട കേട്ടോ. ഒന്ന് കുറുകി വരാൻ തുടങ്ങുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കുറുകുന്ന വരെ നോക്കി നിൽക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ അരിഞ്ഞിടുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് മാതളമാണ് എടുക്കുന്നത്. ഇതും ഫുള്ള് വേണ്ട, ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത് പൊളിക്കുമ്പോൾ നമ്മുടെ കൈ നല്ലപോലെ കറക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കറ കൊണ്ടിട്ട് അപ്പോൾ എനിക്കൊന്ന് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് നമ്മളിത് എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് പൊളിക്കുമ്പോഴാണ് നന്നായിട്ട് കളർ കയറി പിടിക്കുന്നത്. എൻ്റെ കയ്യിൽ ചെറുതായിട്ട് നല്ലൊന്ന് കയറി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് പൊളിച്ചെല്ലാം മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആപ്പിൾ പകുതി എടുക്കുന്നുള്ളൂ, ഒരു ആപ്പിളിൻ്റെ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നല്ല രീതിയിൽ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ആപ്പിൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനകത്തോട്ട് പൈനാപ്പിൾ ആട്ടോ ചേർക്കുന്നത്. ഇത് കുഞ്ഞു പൈനാപ്പിൾ ആയതുകൊണ്ട് ഞാനിത് എടുക്കുന്നുണ്ട്. ഒരു 3/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിതല്ലേ, അപ്പോൾ ഇത് മുള്ളൊക്കെ കളഞ്ഞ് വരുമ്പോൾ ഒട്ടും കാണത്തില്ലല്ലോ. അപ്പം പൈനാപ്പിൾ ഇവിടെ കുഞ്ഞിന് അധികം അങ്ങോട്ട് ആൾക്ക് ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരുപാടായാൽ ചിലപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നമായാലോ എന്ന് വെച്ചിട്ട് കുറച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഞാൻ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടും അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരിങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴവും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാലിപ്പൂവിൻ്റെ പഴം കേട്ടോ. അപ്പോൾ മുന്തിരിങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇതെടുത്ത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ താഴോട്ടും ഈ മുകളിൽ കിടക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം താഴോട്ട് പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെ ആട്ടോ. അപ്പോൾ നല്ലപോലെ ഒരുപാട് ഞങ്ങളങ്ങ് എടുത്തൊന്നും ഇല്ല, കുറച്ചേ എടുത്തോളൂ കേട്ടോ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ എത്ര ആവശ്യമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പാല് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ കസ്റ്റാർഡ് പൗഡറും അതനുസരിച്ചിട്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മധുരം കുറച്ച് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. ഞങ്ങൾ മധുരം കുറച്ചാട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് റെഡിയായി. ഇനി നമ്മൾ കുഞ്ഞൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വെറുതെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് കുഞ്ഞു ബൗളിനകത്തൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തയാട്ടോ. ഇത് ഞങ്ങൾ ആ ഒരു വീഡിയോ എടുത്ത് കഴിഞ്ഞ ഉടനെ ആ ഒരു വലിയ പാത്രത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്പൂണിട്ട് കഴിക്കാൻ തുടങ്ങി. ഇല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെറിയൊരു പാത്രത്തിലേക്ക് വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പാത്രത്തിൽ തന്നെ ഞങ്ങൾ 2 സ്പൂണും ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കഴിക്കാറാട്ടോ പതിവ്. എന്തൊക്കെ പറഞ്ഞാലും സംഭവം കീഴു ടേസ്റ്റാണ്. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മൾ ആ തണുപ്പോടെ കഴിക്കണം കേട്ടോ. ആ തണുപ്പോടെ കഴിക്കുമ്പോഴാണ് നല്ല കൂടുതലായിട്ട് ആ ടേസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് കിടു സാധനമാണ് കേട്ടോ.
അപ്പോൾ പിന്നെ എന്താ ഞങ്ങൾ നൈറ്റ് പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല, ഇത് മാത്രമേ കഴിച്ചുള്ളൂ. ഇത് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് വയറ് അത്യാവശ്യം നിറഞ്ഞു. കാരണം ഇത് ഫുള്ള് ഫ്രൂട്ട്സ് മാത്രമാണെങ്കിലും നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴും വയറ് നിറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത് മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ജോലികൾ നമുക്ക് അടുക്കളയിലൊക്കെ കാണുമല്ലോ, പിറ്റേന്നത്തേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നാളത്തേക്ക് അവിയലിനൊക്കെ കുറച്ച് അരിഞ്ഞൊക്കെ വെച്ചു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സായ പോക്കിരി വെട്രിമാരൻ കുഞ്ഞൂസ് എന്ന ഐഡിയിൽ നിന്നും ബർത്ത്ഡേ വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏപ്രിൽ 14 ബർത്ത്ഡേ. അതുപോലെ തന്നെ ദിവ്യ ഹരീഷിൻ്റെ മകനായ അഭിമന്യുവിൻ്റെയും ബർത്ത്ഡേ ഏപ്രിൽ 16 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ വെട്രിമാരൻ ആൻഡ് അഭിമന്യു. രണ്ടുപേരും സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ ഒരു മോന് വേണ്ടി ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തു. അവിയലിന് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഇവിടെ കുഞ്ഞനാണെങ്കിൽ പിന്നെ അങ്ങ് പോയി കിടന്നു. ആൾക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ ഇന്ന് വന്നപ്പം തൊട്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്തായാലും ചെയ്ത് വെച്ചിട്ട് പോട്ടെ. രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാട്ടോ. ഈ ചൂട് കാരണം രാത്രിയിലൊന്നും ഉറക്കമേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ വെപ്രാളം കൊണ്ട് എപ്പോഴും ഇങ്ങനെ ഉണർന്നുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് രാവിലെ ആയിരിക്കും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോകുന്നത്. ആ ഒരു സമയത്ത് നേരം വിളിക്കുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് ചാടിപ്പടച്ച് എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കപ്പിച്ചയിലാട്ടോ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള ഫുഡും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കി വരും. ഈ ഒരു ഉറക്കപ്പിച്ചയിലൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ മോർണിംഗ് വ്ളോഗ് പോലും കാണിക്കാത്തത്. ഭയങ്കര മടിയായിട്ടോ. എനിക്ക് ഉറക്കം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. ഉറങ്ങി തീർത്തില്ലെങ്കിൽ അതെനിക്ക് ശരിയാവത്തേ ഇല്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം പോലും ഒന്നും ഉറക്കം ഒഴിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട്. പക്ഷേ കുഞ്ഞിന് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഉറക്കം ഒഴിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലാത്ത പോലെ രാവിലെ എഴുന്നേറ്റ് നടക്കുന്നതൊക്കെ കാണാം. പക്ഷേ എനിക്കങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെയാണോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ല, 1-2 ഉള്ളായിരുന്നു. അതും കൂടെയൊക്കെ കഴുകി പറക്കിയൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യടോ. നിങ്ങൾ കട്ട സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരും ടാറ്റാ ബൈ.